ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നെങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആലപ്പുഴയിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ കേട്ടോ. താത്തയും താത്തേൻ്റെ ഹസ്സിൻ്റെ ഫാമിലിയും കൂടിയാണ് പോകുന്നത്. നമ്മൾ റിസർവേഷൻ ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ട്രെയിനിൽ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കയറുമ്പോഴത്തേനും ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ കുത്തി കയറി. അങ്ങനെ ഇതൊക്കെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ. കുട്ടികളെ കരച്ചിലും ചിരിയും കളിയും എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു റീൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിച്ചക്ക് തന്നെ നമ്മളങ്ങ് എടുത്തു. Makai no sora de pika pika Shibuyaku made mo kokoro wa pura Warate hashite doki doki run Chotto henna pa wagaban Kuroi tsubasa fura fura sway Demo yume wa kirameku brightness play Kodomo mitai ni hora hora oi Ore wa mada mada just a boy Ah Karada juden Tokimeku hi Mawari ga ugoku. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് നമുക്ക് അവിടെ വീട്ടിലത്തെ അധികം വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഞാൻ എനിക്ക് കഴിയുന്ന പോലെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ആലപ്പുഴയിലെത്തി. ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്ത് ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കൂടിയിട്ട് പോവാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ നേരെ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ഓട്ടോ കയറി നേരെ ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ പോയി ഇറങ്ങിയിട്ടോ. നമ്മളവിടെ എത്തിയപ്പോഴും നമ്മുടെ ബോട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യാൻ, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായ താത്താരൊക്കെ കൂടി എന്ത് ചെയ്തു, ഒരു വിഷു ബമ്പർ ഞങ്ങൾ എടുത്തു ഗൈസ്. സാധാ കൃഷി കുടുംബം. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവെള്ള ഞങ്ങൾ കൃഷി വീട് കാലി വലി. ആ കായലും ബോട്ടും എല്ലാം കൂടി അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വെയിലൊഴികെ നമുക്ക് എന്തും സഹിക്കാം. ഈ കായൽ നിറയാണെങ്കിലോ ഒരുപാട് ബോട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷയും വണ്ടികളും കാര്യങ്ങളും നിർത്തിയിട്ടതുപോലെയായിരുന്നു. അത്രയും കായലിൽ ഹൗസ് ബോട്ടുകളായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് നമ്മുടെ ബോട്ടിൽ കയറി. നമ്മൾ നല്ല ലക്ഷറി ബോട്ട് തന്നെ ആയിരുന്നു കേട്ടോ എടുത്തത്. അങ്ങനെ ബോട്ടൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വർക്കും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റൊക്കെ സൂപ്പറായിരുന്നു. ബോട്ടിൽ കയറിയ പാടെ നമുക്ക് ആദ്യം അവർ തന്നത് ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ പോയി നിന്നു. അവിടെ നിന്ന് കായൽ കാണുന്നതിൻ്റെ വ്യൂ അത് വേറെ ലെവലായിരുന്നു. ഒരു രക്ഷയില്ല. ഹൗസ് ബോട്ട് വ്യൂ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിലും അതിമനോഹരമായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ മേലെ പോയി മുകളിൽ 2 റൂം, താഴെ 2 റൂം അങ്ങനെയാണ് വരുന്നത്. നല്ല താഴത്തെ ഒരു റൂമിൽ AC ആൻഡ് മുകളിൽ ഒരു റൂമിൽ AC ഉണ്ട്. പിന്നെ ഫോട്ടോയും വീഡിയോസും ഇല്ലാത്ത ലൈഫ് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തു, വീഡിയോസ് എടുത്തു. നേരത്തെ കാണിച്ച റൂം മുകളിലത്തെ ഫസ്റ്റ് റൂമും ഇത് സെക്കൻഡ് റൂമുമാണ്. റൂമിലെ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിൽ പോയപ്പോൾ നമ്മളെക്കാളും മുന്നേ താത്താരെല്ലാവരും കൂടി അവിടെ എത്തി ഡാൻസൊക്കെ തുടങ്ങിയിട്ടോ. റീൽസ് ഇല്ലാത്തൊരു പരിപാടിക്ക് ഞാനില്ല, ഞാൻ മാത്രമല്ല ആരുമില്ല. പെരുമാതുറ മിൽമേലുള്ള സതീന്ദ്രനെ അറിയാമോടെ? താത്താൻ്റെ നാത്തൂൻസൊക്കെ താത്താനേക്കാൾ വൈബാണ്. പിന്നെ ഇത് അവിടുത്തെ റിലേറ്റീവിൻ്റെ മോനാണ് കേട്ടോ. ആള് 2 സ്റ്റെപ്പ് ഇട്ടതോടെ നമ്മളും 2 സ്റ്റെപ്പ് ഇട്ട് ആളെ പിന്നാലെ കൂടിട്ടോ. ഓരോ കോപ്രായങ്ങളെ. ആരും പിന്നെ ഇവരിതിൽ കളിക്കാതിരിക്കുന്നില്ല. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യണം എന്ന് മൈൻഡുള്ളവരാണ് കേട്ടോ. ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് അവരിഷ്ടമായിട്ടോ. കണ്ടില്ലേ, ആരും വെറുതെ നിൽക്കുന്നില്ല, എല്ലാവരും കളിക്കുന്നുണ്ട്. കുട്ടികളുള്ളവരും കുട്ടികളില്ലാത്തവരും എല്ലാവരും അടിപൊളിയാക്കി ഞങ്ങൾ എന്തായാലും ഈ ട്രിപ്പ്
ഞാനൊന്നും ഒന്നും നോക്കിയില്ല, എനിക്ക് പറ്റിയതുപോലെ ഞാൻ മാക്സിമം കളിച്ചു. രാജാവ് തുള്ളി. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ചക്കുമ്മ പാടത്തി കൊച്ചുണ്ണി കാക്കാനെ മുത്ത മകനാണ് മാമുട്ടിയ. ചട്ടമ്പിയായിട്ടും ബൊമ്പായിൽ പോയി കറങ്ങി തിരിഞ്ഞാണ്. ചായക്കടയിൽ പണി ചെയ്ത് നല്ലൊരു സായിബിനെ പോലെ ഈ വലിയൊരായ അമ്മമാർക്കൊന്നും പിന്നെ നമ്മളെപ്പോലത്തെ യോയോ പാട്ടുകളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഓരെന്ത് ചെയ്തു, ഒപ്പനപ്പാട്ടൊക്കെ ഇട്ട് ഒപ്പന പോലെ ഓര് കളിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ റീൽസിൻ്റെ സ്റ്റെപ്സൊക്കെ പഠിച്ചെടുത്തത് കേട്ടോ. സുനിതാത്താൻ്റെ സ്റ്റെപ്പ് നോക്കിയാണ് ബാക്കിയുള്ളവർ കളിക്കുന്നത്. പിന്നെ ഡാൻസ് മാത്രമല്ല, പാട്ടും. ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ കളിച്ച് വിശന്നിട്ടോ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ലഞ്ച് റെഡി ആണ്. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, വേഗം പ്ലേറ്റൊക്കെ എടുത്തു വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ ക്യൂ ആയി നിൽക്കണം. പക്ഷേ ഫുഡിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ചില കറികളിൽ കുറച്ച് ഉപ്പ് കുറവ് അങ്ങനെ ഉണ്ടായിരുന്നല്ലാണ്ട് ബാക്കിയൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചതിലും ഒരുപാട് വിഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ കരിമീൻ ഫ്രൈ, അതാണല്ലോ നമ്മുടെ മെയിൻ. ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. കരിമീൻ പൊരിച്ചത് ഞാൻ അത്ര പ്രതീക്ഷിച്ച പോലെ ആയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചാറിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ അച്ചാറൊക്കെ ഇട്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഇതേപോലെ പോയി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ സുഹൃത്ത് സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെയാ. ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളന്നല്ല ഈ കുറച്ചൊഴിച്ച് ഇച്ചിട്ടോറിഞ്ഞു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. ആഫ്റ്റർ ഫുഡ് നമ്മൾ വീണ്ടും ഒരു റീൽ എടുത്തു ഗൈസ്. तेरे अनाउंस कर दिया ओ तेरे लिए दुनिया का बाउंस कर दिया. ഇത് ഈവനിങ് വ്യൂ ആണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇലക്ഷൻ്റെ തലേ ദിവസമായതുകൊണ്ട് പ്രചരണമൊക്കെ കായലിലൂടെയും പോകുന്നുണ്ടായിരുന്നു. ബട്ട് അമേസിങ് ഗൈസ്, നിങ്ങളത് കണ്ടറിയണമായിരുന്നു. അത്രക്കും രസമായിരുന്നു കാണാൻ. ഒരുപാട് ബോട്ടുകൾ നമ്മുടെ ഒപ്പം തന്നെ ഓടുന്നുണ്ട്, ചിലത് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടു കുറേ നേരം. അടിപൊളിയായിരുന്നു. എന്തായാലും ബോട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആരോ പറഞ്ഞു ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, ബീച്ചിൽ പോകാൻ പ്ലാനാക്കി. അതിൻ്റെ സന്തോഷ പ്രകടനമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, ഓട്ടോ കയറാൻ വേണ്ടി നടന്ന് പോവുകയാണ്. നടന്ന് നമ്മൾ കുറേ വ്യൂ ഒക്കെ കണ്ടു. ആലപ്പുഴയിലെ സൺസെറ്റും നല്ല കായലും ചുറ്റും ഹൗസ് ബോട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പിന്നെ ബീച്ചിലെത്തി. ബീച്ചിൽ അതിലും അടിപൊളിയായിരുന്നു. അവിടെ എന്തോ ഫെസ്റ്റൊക്കെ നടക്കുന്നു തോന്നുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനുള്ളിലാണ് മാജിക് വാട്ടർഫോൾ. ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 200 രൂപയാണ് അവരവിടെ പറയുന്നത്. നമ്മളതിലൊന്നും പോയില്ല. നമ്മൾ ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ഒന്ന് സെറ്റായി. ബീച്ചാണെങ്കിൽ അതും കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു ആലപ്പുഴ ബീച്ച്. നമ്മളൊരു പ്ലേറ്റ് കപ്പയും കല്ലുമ്മക്കായും ഫ്രൈയും വാങ്ങി. അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടായിരുന്നു. എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചട്നി. എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയില്ല. ചട്നി അടിപൊളിയായിരുന്നു. ഫുഡും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീച്ചിൻ്റെ ഈവനിങ് വ്യൂവിനേക്കാളും അടിപൊളിയായിരുന്നു നൈറ്റ് വ്യൂ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. നമുക്ക് ചൂടും അത്ര തോന്നിയില്ല. നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്നു. ലൈറ്റ്സൊക്കെ ആയിരുന്നു അവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ചേട്ടൻ എന്തോ സാലഡ് പോലത്തെ, അതിൻ്റെ പേര് എനിക്കറിയില്ല, ഒരു പ്ലേറ്റിൽ നമുക്ക് തന്നിരുന്നു സാലഡ് പോലത്തെ എന്തോ ഉണ്ടാക്കിയിട്ട്. അതത്ര എനിക്കിഷ്ടമായില്ല. എന്നാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ വിചാരിച്ചു കഴിച്ചു. അത് കഴിക്കാൻ അത്ര പേരൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് മൊത്തത്തിൽ ഒരുപാട് പേര് ബീച്ചിലുണ്ടായിരുന്നു.
പിന്നെ കുറച്ചപ്പുറത്ത് ഗാനമേള പോലെ കുറച്ച് ആളുകൾ വന്ന് പാടി. ബട്ട് അവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ പോയി കുറച്ച് ആക്റ്റീവായി. ഞാൻ പോയി 2 സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ.